അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് ഈ ആംപ്ലിഫയറിൻ്റെ ഒരു ടെസ്റ്റിങ് പിന്നെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ പറയാനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആംപ്ലിഫയർ ഒന്ന് തുറന്ന് വെച്ചതേ ഉള്ളൂ അകർമശം ഒന്ന് കാണാനായിട്ട്. ഇത് നല്ലൊരു ആംപ്ലിഫയറാണ്. 1750 രൂപയ്ക്ക് നല്ലൊരു ആംപ്ലിഫയറാണ് എനിക്ക് തോന്നിയത്. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ട് വരുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലൂടൂത്ത് വേണം, ബ്ലൂടൂത്ത് ഉപയോഗിക്കാം, ഓക്സ് വേണം, ഓക്സ് ഉപയോഗിക്കാം, മൈക്രോഫോൺ വേണം, മൈക്രോഫോൺ ഉപയോഗിക്കാം. മൈക്രോഫോണിനായിട്ട് സെപ്പറേറ്റ് ഒരു ബോർഡ് വരെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ DVD എന്ന് പറയുമ്പോൾ 4 ഓക്സ് ഇൻപുട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് 4 ഓക്സിലറി നമുക്ക് കൊടുക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ 2 ഓക്സ് വേണം, ഓക്സ് എന്ന് വെച്ചാൽ മൊബൈലിൽ നിന്ന് വേണം കണക്ട് ചെയ്യാം, ടി വിയിൽ നിന്ന് വേണം ടി വിയും കണക്ട് ചെയ്യാം. അങ്ങനത്തെ സിസ്റ്റമുണ്ട്. പിന്നെ ഒരു 3 ഔട്ട്പുട്ടുണ്ട്. എന്ന് വെച്ചാൽ ലൈൻ ഔട്ട്പുട്ട് നമുക്ക് ബ്ലൂടൂത്തിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് നേരെ ഡയറക്റ്റ് ഇതേലോട്ട് ഈ RCA സോക്കറ്റിൽ കൂടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് വേണേൽ സബ് ഊഫർ, ഹോം തിയേറ്ററിൻ്റെ സബ്ബോ അല്ലെങ്കിൽ വല്ല ആംപ്ലിഫയറുകളോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സോ അങ്ങനത്തെ ഒക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഈ ആംപ്ലിഫയറിൽ തന്നിട്ടുണ്ട്. പിന്നെ ഒരു മൈക്ക് ഇൻപുട്ടുണ്ട്, ഒരു ബാലൻസ് കൺട്രോളുണ്ട്, ഒരു ട്രബിളുണ്ട്, ഒരു ബേസ് ഉണ്ട്, ഒരു മെയിൻ മാസ്റ്റർ വോളിയം ഉണ്ട്. പിന്നെ പറയുമ്പോൾ നമ്മളൊരു നല്ല ക്വാളിറ്റിയുള്ള ബ്ലൂടൂത്ത് പാനലാണ്. നമുക്ക് ഈ ബ്ലൂടൂത്ത് പാനലൊന്ന് മാറിയിട്ട് നമുക്കൊരു G-Starൻ്റെ ഒരു പാനലാണ് നമ്മൾ വെക്കാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് അതേലാകുമ്പോൾ നമുക്ക് എക്കോയും കൺട്രോൾ ചെയ്യാം, മൈക്കും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെയെന്ന് പറയുമ്പം ഇതെന്ന് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എക്കോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എക്കോയുടെ കൂടെ നമ്മൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നതിനോട് എക്കോയും വന്ന് കയറിയൊരു വലിയൊരു ഡിസ്റ്റോർഷൻ പോലെയാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ഈ പാനലൊന്ന് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ G-Starൻ്റെ ഒരെണ്ണം വെക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ പിന്നെയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോമറൊക്കെ വരുമ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ട്രാൻസ്ഫോമർ തന്നെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് 20/020 അല്ല 18/018 വരുന്നത് ഈ ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് വരുന്നത്. നമുക്കൊന്ന് നോക്കണം മൾട്ടിമീറ്ററൊക്കെ വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു 18/018 തോന്നുന്നു. പിന്നെ ഈ ആംപ്ലിഫയർ അതാണ് കാണിക്കുന്നത്. പിന്നെ ഇത് മെറ്റൽ ട്രാൻസിസ്റ്ററാണ്. നമ്മുടെ ഈ യഹൂജ ആംപ്ലിഫയറിലൊക്കെ ഇതുപോലത്തെ ട്രാൻസിസ്റ്ററുകളാണ് വെക്കുന്നത്. ഈ യഹൂജയുടെ പല മോഡലുകളിലൊക്കെ 3773 ട്രാൻസിസ്റ്ററാണ്. ഇതും തമ്മിൽ സെയിമാണ്, ഡിഫറൻസ് ഒന്നുമില്ല. എന്നാലും മോഡൽ നമ്പേഴ്സിന് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ സാധനം ഒരേപോലെയാണ് ഇരിക്കുന്നത്. അതുപോലെ ട്രാൻസിസ്റ്ററാണ് ഇതുപോലത്തെ ആംപ്ലിഫയറിലൊക്കെ വെക്കുന്നത്. അത് നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് PA ആംപ്ലിഫയറിൻ്റെ ഒരു ലൗഡ്സും ക്വാളിറ്റിയൊക്കെ നമുക്ക് ഈ ആംപ്ലിഫയറിൽ നിന്ന് കിട്ടും. പിന്നെ മെയിനായിട്ട് പറയുന്നത് നമുക്ക് ബ്ലൂടൂത്തിനായിട്ടൊരു പ്രൊട്ടക്ഷൻസും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹമ്മിങ് വരായിരിക്കും. ഒരു 220 UFൻ്റെ ഒരു കപ്പാസിറ്റർ 10 വോൾട്ടിന് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സെൻറ്റർ ഡയോഡും വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ 12 വോൾട്ട് ഡയറക്റ്റ് നമ്മുടെ USB പോർട്ടിൽ കയറി അടിച്ചു പോകാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ വരെ കൊടുത്തിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ വെക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് USB ബോർഡ് ഇപ്പം ഡയറക്റ്റ് 12 വോൾട്ട് കയറി USB ബോർഡ് അടിച്ചു പോയാൽ നമുക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനായിട്ട് അവരൊരു സെൻട്രൽ ഡയോഡും വെച്ചിട്ടുണ്ട്, ഒരു വാറണ്ടിക്ക്. പിന്നെ ഒരു മൈക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ആംപ്ലിഫയറിന്. ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു മൈക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മൈക്ക് ബോർഡ്. ഈ മൈക്ക് ബോർഡിലാണ് നമുക്ക് ഈ സ്വിച്ചിലാണ് ഈ മൈക്ക് ബോർഡ്. ഈ മൈക്ക് എന്ന് പറയുന്ന സ്വിച്ചിൽ ഓൺ ചെയ്താലേ ഉള്ളൂ ഈ മൈക്ക് ബോർഡ് വർക്കാകത്തുള്ളൂ. അതുപോലെ തന്നെ ഈ USB ബോർഡിലെ മൈക്കുണ്ട്, അതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതിനകത്തൊരു കപ്പാസിറ്റർ വരെ, എന്ന് വെച്ചാൽ റെസിസ്റ്റർ വരെ വെച്ചിട്ടുമുണ്ട്, എന്ന് വെച്ചാൽ ഫിൽട്ടർ ചെയ്ത് കിട്ടാനായിട്ട്. പിന്നെ 4 RCA സോക്കറ്റുണ്ട്. 4 RCA സോക്കറ്റുണ്ട്. അതും 4 ഓക്സിലറിയുടെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ലൈൻ ഔട്ട്പുട്ടിൻ്റെ, അതറിയാമല്ലോ. ഈ നീലയും പച്ചയും കാണുന്നതാണ് അതിൻ്റെ ലൈൻ ഔട്ട്പുട്ട്. ബ്ലൂടൂത്തിൽ നിന്ന് ഓഡിയോ ഔട്ട്പുട്ട് നേരെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ആംപ്ലിഫയറോ അല്ലെങ്കിൽ സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള സിസ്റ്റമാണ് ഇതിനകത്ത്. നമ്മളിപ്പോൾ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണിച്ചാൽ. അപ്പം നമ്മൾ മെയിൻ സ്പീക്കർ ഓണാണ്, പക്ഷേ അത് നമ്മൾ വോളിയം 0 ഇട്ടിട്ട് നമുക്ക് ഈ ലൈൻ ഔട്ട്പുട്ടിൽ നമുക്കൊരു പാട്ടൊക്കെ വെച്ച് നോക്കാം. ലൈൻ ഔട്ട്പുട്ട് നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്തിരിക്കുകയാണ്, ബ്ലൂടൂത്ത് സ്പീക്കർ. അതിനൊക്കെ നല്ല ഫീച്ചറാണ് ഈ ആംപ്ലിഫയർ ഉള്ളത്. നമുക്ക്
അടുത്ത സ്പീക്കറിലോട്ട് കണക്ഷൻ കൊടുക്കാം. പിന്നെ ഈ സ്പീക്കർ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ലെഫ്റ്റ് ചാനലിൽ 2 RCA അല്ല, ലെഫ്റ്റ് ചാനലിൽ 2 ട്രാൻസിസ്റ്റർ, റൈറ്റ് ചാനലിൽ 2 ട്രാൻസിസ്റ്റർ. അപ്പോൾ ഒരു 60 അല്ലെങ്കിൽ ഒരു 70 വാട്ട്സ് എങ്കിലും നമുക്ക് RMS തരും സ്പീക്കറിൽ നിന്ന്. അപ്പോൾ നമുക്ക് അടുത്ത സ്പീക്കർ കണക്ട് ചെയ്യാം. On the rise now, endless celebrations all in my house. Levitating now, I'm super duper fly now. London boy, but they see where I reside now. Put the time in while you always yelling time out. If I quit it, cause I know I'm coming with it. You were sitting, you were wishing I was handling my business. Now I got the ball like Harry Potter playing Quidditch. അപ്പോൾ നല്ല ബേസും നല്ല ട്രബിളാണ് വരുന്നത്. ബേസ് ഇച്ചിരി കുറവാന്ന് പറയുന്ന ഒരു നല്ല ലൗഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു PA ആംപ്ലിഫയറിൻ്റെ ഒരു ലൗഡ്നെസ്സാണ് നമുക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. അത് നല്ലൊരു ക്വാളിറ്റിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. PA ആംപ്ലിഫയറിൻ്റെ ഒരു ലൗഡ്നെസ്സും ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ എന്ന് പറയുമ്പം നല്ല ആംപ്ലിഫയറാണ്. 1750 രൂപയ്ക്ക് നല്ലൊരു ആംപ്ലിഫയറായിട്ടാണ് എനിക്ക് തോന്നിയത്. വേണേൽ നിങ്ങൾക്കും ഇതുപോലത്തെ ആംപ്ലിഫയറുകളൊക്കെ അസംബിൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് വേണം വാങ്ങിക്കുകയും ചെയ്യാം. എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. പിന്നെ നല്ല ഒരു FM-ൻ്റെ ആൻറ്റിനയൊക്കെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് FM റേഡിയോ വെക്കണമെങ്കിൽ FM റേഡിയോ വെക്കാം. USB വേണം USB, ഓക്സിലറി വേണം ഓക്സിലറി, ബ്ലൂടൂത്ത് വേണം ബ്ലൂടൂത്ത്. ഓക്സിലറിക്ക് എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലും ഉണ്ട് ഓക്സിലറി, ബാക്കിലും ഉണ്ട് ഓക്സിലറി. അപ്പം ടോട്ടലി ഒരു 5 ഓക്സിലറിയുടെ പിന്നുണ്ട്. പിന്നെ ഒരു ലൈൻ ഔട്ട്പുട്ടിൻ്റെ പിന്നുണ്ട്. അത് നമുക്ക് ഞാൻ പറഞ്ഞില്ല, സബ് ഊഫർ അല്ലെ ഏതെങ്കിലും സ്പീക്കേഴ്സ് ആംപ്ലിഫയർ കൊടുക്കാനൊക്കെ പറ്റിയൊരു സിസ്റ്റമാണ് ഈ ലൈൻ ഔട്ട്പുട്ട്. ചില ആംപ്ലിഫയറുകളിലൊക്കെ ടേപ്പെന്നൊന്നും എഴുതിയിട്ടില്ലെങ്കിലും DVD അങ്ങനെ പല എഴുത്തും കാണും. അപ്പം അതുപോലത്തെയൊക്കെ എഴുത്തൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി, ചിലപ്പോൾ അല്ലാതെ ലൈൻ ഔട്ട്പുട്ടിനുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് വേറെ സ്പീക്കറിലോട്ടൊക്കെ കണക്ഷൻ കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ നമ്മുടെ ഈ ആംപ്ലിഫയറിനെ പുറകെ ടേപ്പ് എന്നാണ് എഴുതിയത്. ചില ആംപ്ലിഫയറുകൾ DVD എന്ന് പുറകെ എഴുതിയിട്ടും കൂടെ. അപ്പം അതൊന്നും വിചാരിക്കരുത് അത് ഓക്സിലറിയുടെ ആണെന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായത്. പിന്നെ അങ്ങനെ കണക്ഷൻ കൊടുത്ത് നോക്കിയപ്പോഴാണ് ഇത് ലൈൻ ഔട്ട്പുട്ടിൻ്റെ സെക്ഷനാണ് ഇത് മനസ്സിലായത്. ഇത് 4 ഓക്സിലറിയുടെയാണ്. നമുക്ക് അറിയാമല്ലോ, ഇത് 4 ഓക്സിലറി, ഇത് മാത്രമാണ് ലൈൻ ഔട്ട്പുട്ടിൻ്റെ. പിന്നെ സ്പീക്കർ കണക്ഷൻ വരുമ്പം ഇവർ കാണിച്ചിരിക്കുന്നതെന്ന് പറയുമ്പം ആകെ 2 ചാനലാണ് ഈ ആംപ്ലിഫയർ ബോർഡിന് പറ്റുന്നതെന്ന് പറയുന്നത്. 4 ചാനലൊന്നും അത്രയും കിട്ടുകയല്ല. അങ്ങനെ കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ നമ്മുടെ ട്രാൻസിസ്റ്റർ അടിച്ചു പോകാൻ ചാൻസ് ആണ്, ഷോർട്ടിങ് വരും. അപ്പം 4 സ്പീക്കേഴ്സ് ഒന്നും കൊടുക്കരുത്. മാക്സിമം 2 സ്പീക്കേഴ്സാണ് കൊടുക്കാറുള്ളത്. ഒരു 70 വാട്ട്സ് അല്ലെങ്കിൽ 50 വാട്ട്സിൻ്റെ സ്പീക്കേഴ്സൊക്കെ 2 കൊടുത്താൽ നല്ല ലോഡാണ് എടുക്കുന്നത്. പക്ഷേ നല്ല പെർഫെക്റ്റ് വർക്കിംഗ് ആണ്. 4 സ്പീക്കേഴ്സ് ഒന്നും കൊടുക്കരുത്, 2 സ്പീക്കേഴ്സേ കൊടുക്കാവുള്ളൂ. ഇങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിലാണ് നമ്മൾ മാക്സിമം കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തതേ ഉള്ളൂ. ഇതിലേക്കൂടെ നമുക്ക് 4 സ്പീക്കേഴ്സ് ഒന്നും കൊടുത്തേക്കില്ല. ഇവിടെ മാത്രമേ 2 സ്പീക്കേഴ്സുള്ള കണക്ഷൻ കൊടുക്കാൻ മാത്രം പറ്റുള്ളൂ. അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ മാത്രമേ കണക്ഷൻ കൊടുക്കുകയുള്ളൂ, ഇവിടെ കൊടുക്കരുത്. കൊടുക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചെറിയ വോളിയത്തിൽ കൊടുക്കുകയുള്ളൂ. ഒത്തിരി വോളിയത്തിൽ കൊടുത്താൽ ഈ 4 സ്പീക്കേഴ്സും കൊടുത്താൽ ഒത്തിരി വോളിയത്തിൽ കൊടുത്താൽ സ്പീക്കർ വല്ലതും ആംപ്ലിഫയറിന് കംപ്ലയിൻറ്റ് വരും. ഞാൻ കൊടുക്കുന്നത് 2 സ്പീക്കേഴ്സാണ് കൊടുക്കാറുള്ളത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.